എത്ര ആളുകൾ വന്നോണ്ടിരുന്ന അമ്പല ഇപ്പൊ ഒരു തിരക്കുമില്ല. അതെ, അതുകൊണ്ട് ശരിക്കും തൊഴാൻ പറ്റി. ഈ വഴിക്ക് നമുക്ക് ഐസക് സാറിന്റെ വീട്ടിലൊന്ന് കയറണം. നമ്മളിങ്ങോട്ട് സ്ഥലം മാറി വന്നിട്ട് 4 മാസത്തോളായില്ലേ. പുള്ളിക്കാരന്റെ വീട്ടിലൊന്നും ചെന്നില്ല എന്നും പരാതി പറയും. എന്തായാലും ഇന്നൊന്ന് കയറണം. ശരിയാ ചേട്ടാ, ഞാനും അതെ. ഈ അയൽപക്കക്കാരെ പോലും നന്നായിട്ടൊന്നും പരിചയപ്പെട്ടിട്ടില്ല. അതിനൊക്കെ ആർക്കാ ഇവിടെ നേരം? ഇത് എന്നിട്ട് പാലക്കാടല്ല, ഇത് കൊച്ചിയാ. ഇവിടെ എല്ലാവരും തിരക്കുള്ളവരാ. അവരവർക്ക് അവരവരുടെ കാര്യം, അത്രേ ഉള്ളൂ. അച്ഛാ, നമുക്ക് ഐസക് സാറിന്റെ വീട്ടിൽ കയറിയിട്ട് പെട്ടെന്ന് തിരിച്ചു പോരണം. 12 മണിക്ക് എനിക്ക് ഡാൻസ് ക്ലാസ് ഉള്ളതാ. ശരിയാ, അച്ഛൻ എനിക്ക് ക്രിക്കറ്റ് മാച്ച് ഉള്ളതാ, നേരത്തെ പോണം. മോനെ മോനെ, ആ പോകുന്നയാളുടെ അടുത്തൊന്ന് വണ്ടി നിർത്തി. എന്താ അച്ഛാ? അതെ ഏട്ടാ, ഈ ഭാരത് ബാങ്കിലെ ജോലിയുള്ള ഐസക് സാറിന്റെ വീട് അറിയോ? ഐസക് സാറ് വീട്ടുപേരെന്താ? അയ്യോ, അതറിയില്ല. ബാങ്കിലാണ് ജോലി. വെളുത്തിട്ടൊരു കട്ടി മീശ. ഈ അടുത്തിടെ ആൾക്ക് കർഷകശ്രീ എന്തോ അവാർഡൊക്കെ കിട്ടിയോ? ഓഹോ, നമ്മുടെ കർഷകശ്രീ. ഐസക് സാർ എന്ന് പറഞ്ഞ ഇവിടെ ആരും അറിയില്ല. കർഷകശ്രീ എന്ന് പറഞ്ഞാലേ അറിയും. നേരെ പോയി കുറച്ചങ്ങ് പോയിട്ട് 1, 2, 3, 4ാമത്തെ വീട്. പിന്നെ എന്തൊരു സംശയം ആരോട് ചോദിച്ചാൽ മതി. എന്താ ചോദിച്ചേ? ഒന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. ശരി 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 ഏട്ടാ. നമ്മൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാട്ടിൽ അവർക്കൊരു പേരുണ്ടാവും. ഇപ്പൊ അച്ഛന്റെ പേര് തന്നെ ജയദേവ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അറിയോ? മാനേജർ ജയദേവ് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ശരിയാ. അതുപോലെ ഇതും. അതെ അതെ. ആ ചേട്ടൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഈ വീടാവാനാ സാധ്യത. മേലാകെ വയർപ്പാ. വാ കേറിയിരിക്കാം. എടി ശാന്തിയേ, ഇതാരാ വന്നേക്കണെന്ന് നോക്കിയേ. വാ വാ, കേറി വാ എല്ലാരും. എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞു മടുത്തു. ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയില്ലോ. പിന്നെന്തുണ്ട്? നല്ലത് തന്നെ. രാവിലെ അമ്പലത്തിലൊന്ന് പോയി, തിരിച്ചു പോകുന്ന വഴി ഇവിടെ ഒന്ന് കയറാന്ന് കരുതി. ഹലോ, സാറെവിടെയുണ്ട്? വീട്ടില സാറേ. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണാവോ? നമ്മുടെ ജയൻ സാറും കുടുംബവും വന്നിട്ടുണ്ട്. എവിടെ എവിടെ? എന്റെ വീട്ടില്. ആണോ? എന്നാ ഞാനിപ്പോ വരാം. ഓക്കെ 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 ഓക്കെ. മോളുടെ പേരെന്താ? ശ്യാമിലി. ഞാനത് മറന്നു. എന്ത് പരിചയപ്പെടുത്താനേ? അതല്ലേ ഞാൻ അങ്ങോട്ട് കയറി പരിചയപ്പെട്ടത്. മോന്റെ പേരെന്താ? എന്റെ പേര് ശരത്. ശരത്ത്. എവിടെയാ പഠിക്കണേ? ബാംഗ്ലൂര്. മോളോ? ഡിഗ്രി ഫൈനൽ ഇയർ. ഏതാ? ബികോം. അത് കൊള്ളാം. അച്ഛന്റെ റൂട്ട് തന്നെ പിടിച്ചു ഇല്ലേ? പഠിത്തം പാതി വഴിക്ക് നിർത്തേണ്ടി വരുന്ന തോന്നണം. അതെന്താ? ഒരു കല്യാണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ. അത് പിന്നെ അവർ സമ്മതിച്ചല്ലേ? അതൊക്കെ സമ്മതിക്കും സാറേ. പഴയ കാലമൊന്നുമല്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും വിവരം ബോധമൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ആർന്നീ ശരിയായിരുന്നു. അതിനെപ്പറ്റി അവരോടും സംസാരിക്കണം. സംസാരിച്ചാൽ അവർ സമ്മതിക്കുന്നേ. നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. വാന്നേ. അകത്തേക്ക് കയറി വരാവോ? വാ വാ. രാവിലെ അമ്പലത്തിലൊന്ന് പോയി തിരിച്ചു വരുന്ന വഴിയാണ്. തന്നെയുള്ളോ? ഫാമിലി അകത്തുണ്ട്. ഇത് മോനാണല്ലേ? മോനെ ഉദയനെ വിളിച്ചോ സാറേ? ഒന്ന് വിളിച്ചു ഉദയ എവിടെയാ? ഞാൻ വീട്ടിലോട്ട് സാറേ. ഞാൻ കുറച്ച് പയറൂത്ത് കട കയറുന്നു. നമ്മുടെ ഐസക് സാറിനെ പോലെ ഈ പ്രാവശ്യത്തെ കർഷകശ്രീ അടിച്ച് മാറ്റാൻ പറ്റുമോ? എന്നാലേ ഇവിടം വരെ ഒന്ന് വന്നേ. എവിടെയാ സാറേ? എന്നാ പരിപാടി? ഞാനിവിടെ ഐസക് സാറിന്റെ വീട്ടിലുണ്ട്. ഐസക് സാറിന്റെ വീട്ടിലോ? അത് എത്ര രാവിലെ? അതൊക്കെ ഉണ്ട്, ഒരു സർപ്രൈസാ. ഞാനും വന്നേ. അന്നാ ദേ വന്നു. 5 മിനിറ്റ് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ ഓക്കെ ഓക്കെ. ആളിപ്പോ ഒരു
പയറൂത്ത് കേട്ടോണ്ടിരിക്കുക. ആഹാ കുരുവിള എപ്പ എത്തി? ഇപ്പൊ എത്തിയുള്ളൂ. ആ എനിക്ക് വേണ്ട, അവർക്ക് കൊടുക്കും. ഹലോ, ഞാൻ ഇറങ്ങോടാ, ഇപ്പം എത്താം. വിലൊന്നും അടിക്കണ്ട, കയറി പോരാ. ഇതാരേ വന്നേക്കണേ? ഹലോ സാർ, നമസ്കാരം. സാറേ, ഇന്നെന്താ സ്പെഷ്യല്? സാറേ, ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കൂടാറ്. അതിനെന്താ, അതൊക്കെ ഒരു സന്തോഷം. പിന്നല്ലാണ്ട് ഒരു നേരം പോക്ക്. എന്നാലേ നമുക്ക് മുകളിലേക്ക് ഇരിക്കാം. വാ സാറേ. ആ വാലേ വാലേ. ഓക്കെ, വാ വാ സാർ. സാറേ, ആ ലൈറ്റ് ഫാൻ കൊടുക്കും. വാ സാറേ, വാ 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 വാ. ആ അപ്പടി പൊടിയാ സാറേ, ഇത് ആ പൊടിയാണ്. അപ്പോൾ പൊടിയൊക്കെ തൂത്തോട്ടെ. കസേരയൊക്കെ എടുത്തിട്ട് ആ അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ആ കസേര എടുക്കും സാർ. ആ സാർ അവിടെ, സാർ അവിടെ ഇരിക്കുന്ന. സാർ അവിടെ ഇരിക്കട്ടെ. നിങ്ങളിരിക്കട്ടോ, ഞാനിപ്പോ. ഓക്കെ ഓക്കെ, ആ. പോയിട്ട് വാ. ആളിപ്പോ വരും. എന്താണോ ഈ നാട് നാട്ടുകാരൻ വല്ലാതെ അങ്ങ് ഇഷ്ടമായി. ഈ നാട്ടിലൊരു വീട് വെച്ചാലോ നീ ആലോചിക്കുക. അതിനെന്താ, വാട്ടർ ഫ്രണ്ടേജ്, സ്ക്വയർ ഫ്ലോട്ട് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. നമുക്ക് കൂട്ടി നോക്കാം. ഇവിടെ സെന്റിന് എന്നാ വിലയുണ്ട് ഇപ്പോ? ഒരു 3-3.5 വരും സാർ. അത് നോക്കണ്ട സാറേ, അത് താത്തി ഞാൻ മേടിച്ചിട്ടാ. നീ നമ്മുടെ കസ്റ്റഡി ആളുണ്ടെന്നേ. ആ ആളെത്തി മേടിച്ചു നോക്കേ. വന്നല്ല സാറേ, തുണ എന്നാ സാർ? നോക്കട്ടെ, ഇപ്പൊ വരാം, ഇപ്പൊ വരാട്ടോ. സാറേ, 2-2.25 സൂപ്പർ ഫ്ലോട്ട് ഇവിടെ അടുത്ത് കിടപ്പുണ്ട്. നിലവിൽ കിണറുണ്ട്, വേണ്ട വെള്ളമുണ്ട്. വഴിയുണ്ടോ? ടാർ റോഡ് ഫ്രണ്ട്. നമുക്ക് നോക്കാം. അതെ. വന്നല്ല. ആ വാ 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 വാ. നിങ്ങൾ തുടങ്ങിയില്ലേ? സാറ് വരാതെ എങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നേ. സാറാ കസര വലിച്ചിട്ടിരിക്കും. ഇങ്ങ് ഉണ്ടാ, ഞാൻ ഒഴിക്കാം. ഓ, ഞാൻ കഴിക്കില്ല. അയ്യയ്യേ, അത് പറ്റില്ല സാറേ. നമ്മൾ ആദ്യമായിട്ട് കൂടിയ ഒരു സന്തോഷത്തിന് വേണ്ടി. സാർ ഇത് കഴിക്കും സാർ, പിന്നെ അല്ല. ഒന്ന് മുട്ടിക്ക് സാറേ. ഞാൻ കഴിക്കില്ല, വീട്ടിലാരും കഴിക്കാറുമില്ല. ഓ, ആ ഗ്ലാസ് അങ്ങ് നീക്കി വെച്ചെല്ലാരും. ദേ ഇരിക്കുന്നു. വെക്ക് സാർ, ഒഴിക്ക്. സാറേ, അന്നാ ഞാനൊരു കവിത ചൊല്ലും. അയ്യോ വേണ്ട. നല്ലൊരു ദിവസത്തി കവിത ചൊല്ലി കോളാകല സാറേ. ആഹാ, ഉദയന് കവിതയൊക്കെ അറിയാം. അറിയാമോന്നോ? കഴിഞ്ഞ ദിവസം ബാറിന്റെ ഔട്ട് ഹൗസിൽ നിന്ന് കവിത ചൊല്ലിയിട്ട് വെയിറ്റർ ഔട്ടി പുറത്താക്കി. എന്നെ പൊട്ടു സാറേ, എനിക്ക് രണ്ടടിച്ചു കഴിഞ്ഞാ അപ്പ കവിത വരണം. നിങ്ങൾക്ക് കലാബോധമില്ലാത്തത് എന്റെ കുഴപ്പമാണ്. ഉദയ, കവിത എനിക്കിഷ്ടാ, താൻ ചെല്ലടോ. ഇന്നിപ്പോ എന്തൊക്കെയായാലും വേണ്ട കേട്ടോ സാറേ. പഴയ മാനേജർ പോയി, പുതിയ ആള് വന്നപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിഭ്രമം ഉണ്ടായി. അതെ 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 അതെ, പുതിയ മാനേര്
ഏത് ടൈപ്പാന്ന് നമുക്കറിയാമോ? ഞങ്ങൾ ആകെ പേടിച്ചിരിക്കാൻ സാറേ. ജയൻ സാറ് വന്നതിന് ശേഷം സത്യം പറയാ, ഇത്ര നല്ലൊരു ഓഫീസർ കണ്ടിട്ടില്ല. എല്ലാം കൊണ്ടും ജോളിയായിട്ടുള്ളൊരു ഓഫീസറെ നമുക്ക് അതെ അതെ. അങ്ങനെ അങ്ങ് പോഴ്ത്താ സാറേ. ഏ സാറേന്നോ? അല്ല, ഞാനൊരു ഒഴുക്കിനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അയ്യോ സാറേന്ന് ജയദേവൻ സാറാണ് ഞങ്ങളുടെ സീനിയർ, ഞങ്ങളല്ല സീനിയേഴ്സ്. ഇവിടെ ജൂനിയർ സീനിയറും ഒന്നുമില്ല സാറേ. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു എന്നല്ലാതെ വേറൊരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. വെരി ഗുഡ്. സത്യത്തിൽ ഈ എളിമ ഞങ്ങളെ അതിശയിപ്പിച്ചു. സോറി സാർ, ഇനി എനിക്ക് വേണ്ട. സാറിന് വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ ഓരോന്നങ്ങ് ഒഴിക്കാൻ പോകും. ആ അവിടെ അംഗം തുടങ്ങിയെന്നാ തോന്നണേ. അയ്യോ അതൊന്നും സാരമില്ലെന്നേ, ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാ. പപ്പയുടെ അനിയൻ വർഗീസ് കുട്ടി ഇംഗ്ലണ്ടിലാണ്. അവര് ഫാമിലി ആയിട്ട് അവധിക്ക് വരുമ്പോ നല്ല സാധനങ്ങൾ കൊണ്ടുവരും. പിന്നെ ഇവിടെ ഒരു ഉത്സവമാണ്. ആന്റി ഞാനും കൂടട്ടെ പാചകത്തിന്? വേണ്ട മോളെ, എനിക്ക് തനിച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞങ്ങൾ ഈ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇറച്ചി മീനൊന്നും ഒരു വശമില്ല. ഇന്ന് മുതൽ ജയൻ സാറ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. ഒരുമാതിരി അടയിരിക്കണ കോഴീനെ പോലെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക. നമുക്ക് ക്ലബിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കണം. കേട്ടോ ഉദയ? ഉദയ കേട്ടോ? വേടേ സാറേ, ഒരു മെമ്പർഷിപ്പ് അതും പോയി. അപ്പോ സാറേ നമുക്ക് താഴേട്ടിറങ്ങാം. അപ്പോ ഈ ഉദയനും കുരുവിളിയോ? അത് പേടിക്കണ്ട, അത് ഇവിടെ സ്ഥിരമുള്ള പരിപാടിയാണ്. പതുക്കെ നടന്നാ മതി. വീഴാതെ നോക്കണേ. അതൊന്നും ഞാൻ പിടിച്ചോളാം. എടി ശാന്തിയേ, എന്താ പപ്പേ? സാറ് പോവാ. അപ്പൊ ഒന്നും കഴിച്ചില്ലല്ലോ? അതൊക്കെ കഴിച്ചു. ഊണ് റെഡിയാവുന്നേ ഉള്ളൂ. അതിനി ഒരു ദിവസം ആവാലോ. നമുക്കിറങ്ങിയാലോ? ശരത്ത് എവിടെ? ചേട്ടായി ഫോൺ വിളിക്കുക. ആ, സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വിളിക്കണേ. ഓ അതിനെന്താ, ഒരു ദിവസം തങ്ങാനായിട്ട് വരണം കേട്ടോ. ഓ അതിനെന്താ, വരാലോ. ശരി. ബൈ ആന്റി. അതെ, എൻഗേജ്മെന്റിന് എല്ലാരും നേരത്തെ എത്തണം കേട്ടോ. അത് പിന്നെ പ്രത്യേകം പറയാനുണ്ടോ? സാറിന്റെ മക്കൾ ഇവിടെ ഇല്ലല്ലേ? ഇല്ല, അവര് ഇംഗ്ലണ്ടില്ല. നമ്മുടെ ഐസക് സാറിന്റെ അനുജൻ വർഗീസ് കുട്ടി അവിടെയല്ലേ. രണ്ടുപേരും പഠിച്ച അവിടെ തന്നെ ജോലിയും കിട്ടി. എന്ത് നല്ല ആളുകളാ അവര്. നമ്മളെ കണ്ടപ്പോഴുള്ള അവരുടെ സന്തോഷം കണ്ടോ. ഇനി ഒരു ദിവസം തങ്ങാനായി ചെല്ലണമെന്ന് പറഞ്ഞേക്കുവാ. എന്റെ അമ്മേ, എന്താ ഇട്ടത്? ആദ്യമായിട്ട് വണ്ടി ഓടിക്കണ പോലെ? അല്ല, കണ്ണില് പെട്ടെന്ന് ഇരുട്ട് കയറിയ പോലെ. മോനെ ബോട്ടിലും കിടത്തേ.
അച്ഛാ വണ്ടി ഞാൻ ഓടിക്കാം. വേണ്ട, ഞാൻ ഓടിച്ചോളാം. മോൻ പറയണ കേക്ക് ചെയ്യട്ടാ. ആ എന്നാ വാ. ഉം. അമ്മ ഇറങ്ങുവാട്ടോ. ചേട്ടനെങ്ങോട്ടാ? ഞാൻ ആ ഹൈസ്കൂൾ ഗ്രൗണ്ട് വരെ. എന്നെയാ ഡാൻസ് ക്ലാസ് വരെ ഒന്നാക്കാം? പറ്റില്ല, ഞാൻ വേറെ വഴിക്കാം. അമ്മ ഒന്നാക്കാൻ പറ. അവളെയും കൂടെ കൊണ്ടോടാ. ആ എന്നാ വാ കേറ്. ചെല്ല. കേറട്ടെ? ആ ബായ് അമ്മ. രജനി, ആ ഞാൻ ഇറങ്ങുവാണേ. ഇന്ന് അല്പം താമസിച്ചു പോയില്ലേ? ആ 10 മിനിറ്റ്. ഹലോ. ഹലോ, ഹെഡ് ഓഫീസിൽ നിന്നാണ്. സർ, കഴിഞ്ഞ മാസത്തെ ക്ലോസിംഗിൽ ഒരു 40 ലാഖിന്റെ ഷോർട്ടേജ് ഉണ്ടല്ലോ. സാർ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാർ. ഇവിടെ സുഷമ എന്ന് പറഞ്ഞ കുട്ടിയാണ് അക്കൗണ്ടന്റ്. ആ കുട്ടിക്ക് തെറ്റുപറ്റാൻ വഴിയില്ലല്ലോ സാർ. സുഷമ വളരെ അക്യുറേറ്റ് ആണ്. ഷീസ് ബ്രില്യൻ സാർ. അതൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഷോർട്ടേജ് വന്ന പണം നിങ്ങളിൽ നിന്ന് ഈടാക്കാൻ ഞങ്ങൾക്ക് മാർഗമുള്ളൂ. ഓക്കെ ഓക്കെ സാർ. സാർ. ഉദയനോട് വരാൻ പറ. ഓക്കെ സാർ. സാർ. ഉദയ, ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. കഴിഞ്ഞ മാസത്തെ ക്ലോസിംഗിൽ ഒരു 40 ലക്ഷത്തിന് ഷോർട്ടേജ് ഉണ്ടെന്ന് പറയുന്നു. അതെങ്ങനെ സംഭവിച്ചു സാർ? ആവോ, എനിക്കറിയില്ല. അത് 2 ലാർജ്. ഓക്കെ സാർ. ആ പറയൂ പോളേട്ടാ.
ആ തോംസൺ കമ്പനിയുടെ ബില്ല് ഈ ആഴ്ച ഒന്ന് ക്ലോസ് ചെയ്യാമെന്ന് അവർ ചോദിച്ചല്ലോ. ഫൈനൽ ഫിഗർ എത്രയാ? ഒരു 23 സംതിങ് വരും സാർ. അതൊരു 20 lakhs റൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു നോക്കാം സാർ. ഓക്കെ ഓക്കെ ഓക്കെ. സാർ, ഞാൻ റോജി, DMF കമ്പനിയുടെ MD ആണ്. ഞാൻ ജയദേവൻ. സാർ എന്ത് ചെയ്യുന്നു? ഞാൻ ഭാരത് ബാങ്ക് മാനേജറാണ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഈ DMF എന്താണ്? DMF എന്ന് പറയുന്നത് ഒരു ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്. ഓഹോ. ഷെയർ മാർക്കറ്റിംഗും മണി മൾട്ടിപ്പിൾ ചെയിനുമാണ് മെയിൻ. ഓഹോ. ഞങ്ങളുടെ കമ്പനിക്ക് ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ സ്ഥാപനങ്ങളും ബ്രാഞ്ചുകളും ഉണ്ട്. ഓഹോ. അത് ശരി, ഞാൻ കേട്ടിട്ടുണ്ട്. സാറിന് ഷെയർ മാർക്കറ്റിൽ താല്പര്യമുണ്ടോ? ഏയ്, താല്പര്യമില്ല. നമുക്ക് താല്പര്യമൊന്നുമില്ല. സാർ, ഷെയർ മാർക്കറ്റിംഗ് കൂടാതെ മണി മൾട്ടിപ്പിൾ ചെയിൻ ബിസിനസ് കൂടി നമ്മൾ നടത്തുന്നുണ്ട്. സാർ 1 lakh ഇൻവെസ്റ്റ് ചെയ്താൽ 3 lakh തിരിച്ചു കിട്ടും. പ്യൂർ വൈറ്റ് വിത്തിൻ ഡേയ്സ്. റോജി കഴിക്കുന്നില്ലേ? അതിലെ 2 ലാർജ്. ഏതാ ബ്രാൻഡ്? വേണ്ട സാർ, ഞാൻ ഓർഡർ ചെയ്തോളാം. ഓഹോ. അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? മണി മൾട്ടിപ്പിൾ ചെയിൻ ബിസിനസ്. നമുക്കതൊന്നും അത്ര വശമില്ലാത്ത ഏരിയ. അത് പറ്റിയില്ലെങ്കിൽ വേണ്ട, ഷെയർ മാർക്കറ്റിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാലോ. അത് വേണോ? കുറച്ചെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. 10,000 ഇൻവെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് പിന്നെ നമുക്ക് നോക്കാം. ശരി, എന്നാ പിന്നെ കാണാം. ഞാൻ നാളെ വന്നിട്ട് ഷെയർ മാർക്കറ്റിന്റെ ഫോം ഫില്ല് ചെയ്ത് തരാം. നാളെ ഓഫീസിൽ വന്നിട്ട്. കുഴപ്പമില്ലോ? ഓ, വന്നോളൂ. ഹലോ. ഹലോ സാർ, ഞാൻ റോജിയാണ്. റോജി പറയൂ. സാർ, യു ആർ എ ലക്കി മാൻ. അതെന്താ റോജി? ഞങ്ങൾ എല്ലാ മാസവും ഒരു ലക്കി വിന്നർ തിരഞ്ഞെടുക്കാറുണ്ട്. ഈ മാസത്തെ ലക്കി വിന്നർ സാറാണ്. ഓ, ആണോ? യെസ്, 5 lakh rupees ഗിഫ്റ്റ് വൗച്ചറാണ് പ്രൈസ്. ഓ, ഗുഡ്നസ്. എന്നെ പരിചയപ്പെട്ടത് മുതൽ സാറിന് ഇനി അങ്ങോട്ട് വെച്ചടി കയറ്റായിരിക്കും. ഓക്കെ. ഓക്കെ. താങ്ക് യു റോജി. താങ്ക് യു സോ മച്ച്. ഓ, നാളെ നമുക്ക് ഗ്ലോറിയയിൽ വെച്ച് കാണാം. ഓക്കെ. ശരി സാർ. ഓക്കെ, ബൈ. റോജി ഇരിക്ക്. സാർ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. ഒരു മിനിറ്റ്. അരുണേ, നമ്മുടെ പതിവ്. ഓക്കെ, ചോദിച്ചോളൂ. ഒരല്പം സീരിയസ് മാറ്ററാണ്. മിസ്റ്റർ ജോസി, നമ്മൾ തമ്മിൽ ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. തുറന്ന് ചോദിക്കുന്നേ. താങ്ക് യു സാർ. എനിക്കൊരു അത്യാവശ്യമായിട്ട് 50 lakhs ഷോർട്ടേജ് ഉണ്ട്. സാർ ഒന്ന് സഹായിക്കാമോ? ഇതാ വന്നു. Cheers. റോജിക്ക് ക്യാഷ് എന്താണ് ആവശ്യം? നെക്സ്റ്റ് മൺഡേ ആണ് സാർ. ഓക്കെ, നെക്സ്റ്റ് ഫ്രൈഡേ ഓഫീസിൽ വന്നു. ഓക്കെ, വളരെയേറെ നന്ദി സാർ. താങ്ക് യു. റോജി, ഈ പണം ഞാൻ മകളുടെ വിവാഹ ആവശ്യത്തിനായി ലോൺ എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഫംഗ്ഷൻ എന്നാണ് സാർ? നെക്സ്റ്റ് മന്ത് 10th. അതിനു മുമ്പ് എന്തായാലും സാറിന് പൈസ ഞാൻ തിരിച്ചു തന്നിരിക്കും. ഉറപ്പാണ്.
ദിനേശ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഉദയ ആ, സർ. ആ റോയൽ കമ്പനിയുടെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ സർ, ഓക്കെ സർ, ഇപ്പം തന്നെ ചെയ്യാം. ആ ഇതല്ലേ സർ? ഓക്കെ ആ കറക്റ്റ്. ശരി സർ. സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ദിനേശ. ആ സാർ. ഇതേ മാനേരെ കൊടുക്കും. ഓക്കെ സാർ. കുരുവിള സർ. ആ ആ വൈകിട്ട് ആ മീറ്റിംഗിന്റെ കാര്യം ഒന്ന് ഓർമ്മിച്ചു കേട്ടോ. ഐസക് സാറേ, ആ ക്ലബ്ബ് മീറ്റിംഗ് 5 മണിക്ക്, ആ മറക്കണ്ട. ആ May I come in, sir? യെസ്. ആ റോജിയോ. Good morning, sir. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. സാറേ, എനിക്ക് ബിസിനസ്സിൽ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നു. അതുകൊണ്ടാണ് സാറിനെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ കാരണം. അല്ലെങ്കിൽ സാറിൻ്റെ അടുത്ത് ഞാൻ വരില്ലായിരുന്നു. ബുദ്ധിമുട്ടോ? എനിക്കോ? പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഓ, എനിക്കറിയാം സാർ. നെക്സ്റ്റ് മന്ത് 10th മകളുടെ എൻഗേജ്മെന്റ്. സാറ് തീർച്ചയായിട്ടും യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. എന്നെ സാറിന് ധൈര്യമായിട്ട് ഈ പണം ഞാൻ കുറച്ച് ഇല്ലീഗലായിട്ട് അറേഞ്ച് ചെയ്തതാണ്. റോജിയാണ് പറയുന്നത്, ധൈര്യമായിട്ട് വിശ്വസിക്കാം. താങ്ക് യു, വളരെയധികം നന്ദി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കാം. സാറിനെ കഴിഞ്ഞ ദിവസം ബാറിൽ കണ്ടില്ലല്ലോ. അല്പം തിരക്കിലായി പോയി. ഓക്കെ, ശരി, കാണാം. ഉദയ, ഞാനിപ്പോൾ വരാട്ടോ. ഉദയ, ആ? സാറ് വിളിക്കണം. ആ സർ. എന്ത് സർ? 10 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. സാറോട് പോ. ദേവനു. എന്തു പറ്റി? സാറ് ചെറുതടിക്കാൻ പോണേ. ഈ ഓഫീസ് ടൈമിലോ? സാറേ, നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, ഭയങ്കര അടിയായി. ആണോ? ആണേ. കഴിഞ്ഞ ദിവസം ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോഴേ സാർ ബാറിൽ നിന്ന് ഇറങ്ങിയാണ് ഞാൻ കണ്ടത്. അതുകൂടാതെ ബാറിലെ 240ാമത്തെ മുറിയിലേക്ക് എന്നെ പലവട്ടം വിളിച്ചിട്ടു. അതെന്തിനാ? ഒരുമിച്ച് മദ്യപിക്കാൻ. അതെന്താ സാറേ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമില്ലടോ എന്ന് പറഞ്ഞു. ഈ ജെയിൻസാനുണ്ടല്ലോ, മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് എന്തു പറ്റി? മനുഷ്യനെ ഇങ്ങനെ മാറുമോ? എന്താ ചെയ്യാ? ദിനേശൻ, ദിനേശ്. സാറേ, സാറേ, ജയൻ സാറേ. ആഹാ, ചന്ദ്രനോ? പോരാട്ടോ. ചെറുക്കൻ്റെ വീട്ടുകാർ വിളിച്ചായിരുന്നു. ഈ മാസം തന്നെ മോതിരമാറ്റം നടന്നു അവർ പറയണേ. അത് പിന്നെ എന്താ സാറേ, വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ, ശരി ശരി. എന്താ ചേട്ടാ, സുഖമില്ലേ? ഒരു വയ്യായിക പോലെ. ഒന്നുമില്ല. എന്തു പറ്റി? ഞാൻ കുറേ ശ്രദ്ധിക്കണോ? ആകെ ഒരു വെളിച്ച പോലെ മുഖത്തൊക്കെ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ?
ഞാൻ കുറേയായി ശ്രദ്ധിക്കുന്നു. എന്ത് പറഞ്ഞാലും ഒരു ദേഷ്യം. അത് പിന്നെ ആ ബ്രോക്കർ വിളിച്ചിരുന്നു. അവർക്ക് ഈ മാസം തന്നെ എൻഗേജ്മെന്റ് നടത്തണം അത്രേ. ആണോ? അതെന്താ ഇത്ര പെട്ടെന്ന്? ആ നീ ഒരു ചായതാ. ആ. അതെ, ഉം. അടുത്ത മാസം ചടങ്ങുകൾ നടത്താൻ അത്ര നല്ലതല്ലാന്ന് ആ. അവര് ജോത്സ്യന്റെ അടുത്ത് പോയി നോക്കി. ഉം, ഉം. മോളുടെയും പയ്യന്റെ നാള് നല്ല ചേർച്ചയാ. ഈ മാസം പോകുന്നതിന് മുമ്പ് ചടങ്ങ് നടത്തണമെന്ന് പയ്യന്റെ അച്ഛൻ ബ്രോക്കറോട് പറഞ്ഞു. ആ. അത് ശരിയാ. അടുത്ത മാസം മോളുടെ ഫൈനൽ എക്സാം തുടങ്ങുമല്ലേ? അപ്പോ ജയേട്ടൻ എന്ത് പറഞ്ഞു? വീട്ടിലൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അതിലെന്താ ജയേട്ടാ കൂടുതൽ ആലോചിക്കാൻ? അങ്ങ് വാക്ക് പറയാറുന്നില്ലേ? അത് പിന്നെ നിന്റെ മോളുടെയും സ്വർണ്ണം എല്ലാം പണയത്തിലല്ലേ. അതിടിപ്പിക്കണം, സ്വർണം മാറ്റി വാങ്ങണം, എല്ലാം കൂടി ഒരു 10-30 ലക്ഷം രൂപ വേണ്ടി വരും. അതിനെന്താ ജയേട്ടാ, അതങ്ങ് എടുപ്പിച്ച പോരെ? ആ നോക്കട്ടെ. ഇനി അതാ വേണ്ടേ? അപ്പൊ കോളേജിൽ നിന്ന് എത്ര പേരുണ്ടാവും? കുറഞ്ഞ 30 പേരെങ്കിലും ഉണ്ടോ? ഒന്നും വേണ്ട. ആ. അതൊന്നും വേണ്ട. അങ്ങനെ എല്ലാവരും ഒന്നും ക്ഷണിക്കണ്ട. അത്യാവശ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തവരെ മാത്രം ക്ഷണിച്ചാൽ മതി. കേട്ടോ രജനി? അങ്ങനെ നോക്കിയാ ആരെയും ഒഴിവാക്കണേ? എന്തായാലും എന്റെ കോളേജിൽ നിന്ന് ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഒരു 30 പേരുണ്ടാവും. അത്രയൊന്നും വേണ്ട മോളെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരെയും വിളിക്കണ്ട. വിളിച്ചില്ലല്ലോ എന്ത്? വിളിച്ചില്ലല്ലോ ഒരു വന്നോളൂന്ന്. നമ്മുടെ പാലക്കാട് നിന്ന് ചുരുക്കി പിടിച്ച ഒരു 50 പേരുണ്ടാവും. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് ഒരു 25 പേര് വരും. ജേട്ടന്റെ ഓഫീസിൽ നിന്ന് ഒരു 10 പേരുണ്ടാവില്ലേ? പിന്നെ ശരത്തിന്റെ കൂട്ടുകാരെ കുറച്ച് പേരും. എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഒരു 150 മോളിൽ പോവും. എല്ലാവരും വിളിക്കാൻ നോക്കിയാൽ 50 പേരുണ്ടാവും. എല്ലാവരും കട്ട വെയിറ്റിംഗിലാ. ഫംഗ്ഷൻ നമുക്ക് ആ അംബിക ഓഡിറ്റോറിയത്തിൽ വെച്ചാലോ? ഓഡിറ്റോറിയം ഒന്ന് ഒടിവുണ്ടോന്ന് അന്വേഷിക്കണം കേട്ടോ. അത് പിന്നെ ശരത്ത് പോയി അന്വേഷിച്ചോളൂ. എന്നാൽ നിങ്ങൾ ലിസ്റ്റ് ഇട്. ഞാൻ പോയി ആ ആ. കാറ്ററിംഗുകാരനെ ഒന്ന് കണ്ടിട്ട് വരാം. എത്ര പേരായി മോനെ മൊത്തം? കോളേജ്, നോക്കി. പാലക്കാട് ഓഫീസ്. സാറേ വേണ്ട വേണ്ട, ഇനി സാറിനെ വിളിക്കണ്ട. സാറിന് നിൽക്കില്ല. ആരാ മോളേത്? അത് അച്ഛനാണമ്മേ. പറയാ ഇതെന്താ പതിവില്ലാതെ ഓട്ടോയില്? അപ്പൊ കാറെന്തേ? അത് മോനെ, കാറ് വഴിക്ക് വെച്ചൊന്ന് ബ്രേക്ക് ഡൗൺ ആയി. അച്ഛൻ മെക്കാനിക്കിനെ വിളിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടുണ്ട്. നാളെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ ഉദയ, നീ എവിടെയാ? സാർ ഞാൻ വീട്ടിലുണ്ട് സാർ. ഇല്ല ഉദയ, ഞാനൊരു കാര്യം പറയാറ്. നീ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂശാരിപ്പടി വരെ ഒന്ന് വരുമോ? എന്തായിരുന്നു സാർ ഇത്ര അത്യാവശ്യം? ദേ വരും സാർ. ഓക്കെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്നാൽ നമുക്ക് കേട്ടെ ഞാൻ. ശരി സാർ. ഓക്കെ. എന്താ ജോസ് സാറേ വിശേഷം? ഓഹോ, സുഖം. മോളുടെ കല്യാണമൊക്കെ ആയല്ലോ അല്ലേ? ആ, ഞാൻ ക്ഷണിക്കാനായിട്ടിരിക്കുകയായിരുന്നു. അതിനെന്താ സാറിപ്പോൾ എങ്ങോട്ടോ? ഞാൻ ടൗൺ വരെ പോവാ. ശരി, പോവാം. എങ്ങോട്ട് സാർ?
ഉദയ 10-ാം തീയതിയാണ് എൻഗേജ്മെന്റ്. അത് പിന്നെ അറിയില്ല സാറേ. ക്ഷണക്ക് എന്തായി സാറേ? ഇത്ര പെട്ടെന്നായതുകൊണ്ട് എല്ലാവരെയും ക്ഷണിക്കാൻ പറ്റിയില്ല. എല്ലാവരെയും ഫോണിൽ ക്ഷണിച്ചിട്ടുണ്ട്. ഓ അത് മതി നീ. ഇനി ഓഫീസിലുള്ളവരെ മാത്രമേ ക്ഷണിക്കാനുള്ളൂ. അതൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. എന്നാലും ചടങ്ങിന് ക്ഷണിക്കണ്ടേ? പിന്നെ അത് വേണം. പക്ഷേ പ്രശ്നം അതൊന്നുമല്ല ഉദയ. പിന്നെ എന്താ സാർ പ്രശ്നം? രജനിയുടെയും മോളുടെ സ്വർണം ചീട്ട് കളിക്കാൻ ഞാൻ പണയം തന്നില്ലേ? കൂടാതെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പണവും. ഇനി എൻ്റെ കയ്യിലുള്ളത് ആകെ 20,000 രൂപയായി. കാറിൻ്റെ RC ബുക്ക് വരെ കുരുവിള സാറിൻ്റെ കയ്യിൽ പണയത്തില്ല. ഞാനാകെ തകർന്നിരിക്കും ഉദയ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഏതെങ്കിലും പ്രോപ്പർട്ടി വൈൻഡപ്പ് ചെയ്തല്ലോ സാർ? ഇനി അതിനുള്ള സമയമൊന്നും കിട്ടില്ല. ഓ പ്രശ്നം അതൊന്നുമല്ല. ഞാൻ ആ റോജിയുമായി ഷെയർ മാർക്കറ്റിൽ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. എത്ര പണം ഇൻവെസ്റ്റ് ചെയ്തു? അധികമൊന്നുമില്ല, ഒരു 50,000. കൂടാതെ ഞാൻ മകളുടെ കല്യാണത്തിന് കരുതി വെച്ചിരുന്ന പണം അത്യാവശ്യ ഘട്ടത്തിൽ റോജിക്ക് ഒന്ന് മറയ്ക്കാനായി കൊടുത്തു. അതെത്ര കൊടുത്തു? 50 ലക്ഷം. 50 ലക്ഷോ? അത് സാരമില്ല, പണം റോജി മറ്റന്നാൾ തരും. സാറേ അത് വേണ്ടിയിരുന്നില്ല സാർ. എന്ത് ചെയ്യാം, കൊടുത്തുപോയില്ലേ. സാർ പണം കൊടുക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് ചോദിക്കാറില്ല സാർ. ആ പണം ഞാൻ കുറച്ച് ഇല്ലീഗലായി കളക്ട് ചെയ്തതാ. ഇല്ലീഗൽ എന്ന് വെച്ചാ? നമ്മുടെ ബാങ്കിന്റെ റെക്കോർഡിൽ വരാത്ത പണം. ഓ ഗോഡ്. പണം വരും, താൻ ടെൻഷനാവണ്ട. ഇക്കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഉദയ. ഇപ്പം ഇതറിയാവുന്നത് എനിക്ക് ഉദയനും മാത്രമാണ്. തൽക്കാലം മറ്റാരും അറിയണ്ട. ഇല്ലില്ല സാർ, മറ്റാരോടും പറയൂ. വാ സമാധാനമായിട്ട് സാർ ഇപ്പോൾ വണ്ടി. ജയേട്ടാ, ഒരു റോജി വിളിക്കുന്നു. രജനി, ഞാൻ കുളിക്കുവാന്ന് പറ. ഹലോ, ചേട്ടൻ കുളിക്കുവാണല്ലോ. ഓ ശരി ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. ആ ഓക്കെ, ശരി. ഹലോ റോജി, ഞാൻ കുറേ ട്രൈ ചെയ്തിരുന്നു. ഹലോ സാർ, ഞാനിവിടെ എത്തി. സാറിന് എപ്പോഴാണ് പണം വേണ്ടത്? നാളെയാണ് എൻഗേജ്മെന്റ്. ഇന്ന് വൈകിട്ട് ഗോൾഡ് എടുക്കാനുള്ളതാ. സാറ് പോന്നോളൂ, ലോറിയിൽ വെച്ച് കാണാം. ഓക്കെ 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 ഓക്കെ. ജയേട്ടാ, സ്വർണം വാങ്ങാൻ പോകുന്നത് എപ്പോഴാ? പിന്നെ പാലക്കാട് വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു, ഫോൺ ഓഫാന്ന് പറഞ്ഞു. ഫോൺ എന്തിയേ? അച്ഛൻ എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോണം, പൈസ താ. അങ്ങോട്ട് മേടിച്ചോ. പോ അങ്ങോട്ട്. ജയൻ സാർ എന്തി? ചേട്ടൻ രാവിലെ പോയതാ. സ്വർണം എടുക്കണം, പിന്നെ ഡൗറിക്കുള്ള പൈസ എടുക്കണം. വിഷ് ഹാപ്പി മാരീഡ് ലൈഫ് മോളു. സാറിന്റെ ഫോൺ എന്തി? ജയന്റെ കയ്യിലുണ്ടാവൂലോ. എന്തേ? ഫോൺ വിളിച്ചിട്ട് കിട്ടില്ല, സ്വിച്ച് ഓഫ് ആണ്. അതേന്നേ, രാവിലെ മുതൽ എന്റെ മോളുടെ ഫോണിലേക്ക് ഓരോരുത്തരും മാറി മാറി വിളിക്കുക. എന്തേലും ആവശ്യം പുള്ളിയെ വിളിച്ചാൽ കേട്ടില്ല. ആ കാറ്ററിംഗുകാർ രാവിലെ വന്നിരുന്നു, അവരെന്തൊക്കെയോ ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. അവര് വിളിച്ചിട്ട് കിട്ടണ്ടെന്നാ പറയണേ. എന്തായാലും നിങ്ങൾ കയറിയിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. വാ വന്നേ. വന്നേ. ആഹാ, 3 പേരും കൂടി എന്താ വലിയ ചർച്ച. ഇതാ വെള്ളം കുടിക്കേ.
അരുണേ, പതിവ് സാധനം. അമ്മേ അമ്മേ അമ്മേ. മേ ഐ കം ഇൻ സാർ? കമോൺ മിസ്റ്റർ റോജി, കമോൺ. ഓരനെ ഒഴിച്ച് അടിക്കുക, ഒന്ന് റിലാക്സ് ആവട്ടെ. വേണ്ട സാർ. ഓക്കെ ഓക്കെ, ഒരു നല്ല കാര്യം നടക്കുമല്ലേ. മദ്യം അത്ര നല്ല ശീലമൊന്നും അല്ല. യു ആർ റൈറ്റ്, ആബ്സല്യൂട്ട്ലി റൈറ്റ്. എനിക്ക് പണം എണ്ണി ബാഗിൽ വെച്ചിട്ട് ഒഴിച്ചടിയിടണം. സാർ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പണം റെഡി ആയിട്ടില്ല. പണം റെഡിയാവാൻ 1 മാസം സമയം. കൊല്ലുന്നില്ല ഞാൻ, ദ്രോഹി. എന്റെ പൊന്നു മോക്കടെ കല്യാണത്തിന് മാറ്റി വെച്ച പണമാ. സാർ വിടു സാർ. സാർ സാർ എന്താണ് സാർ? വിടു സാർ. സാർ നായ. ചേട്ടാ, ജയദേവൻ സാർ റൂമിലുണ്ട്. ദ്രോഹി, സ്വന്തം കൂടെ പറപ്പിനെ പോലെ തന്നെ ഞാൻ കൂടെ നിർത്തിയതല്ലടാ. എന്നിട്ട് നീ എന്നെ നിന്നെ ഞാൻ കാണിച്ചു തരണം. മോനെ നിന്നെയുണ്ടല്ലോ. കടക്കട അവിടെ. പട്ടി കഴിവറണ മോനെ. നീ ഞങ്ങളുടെ സാറിനെ കീറിക്കളഞ്ഞു വന്നികളെ. നീയൊക്കെ ഈ പടം എങ്ങനെ ഉണ്ടാക്കിയതെന്ന് എനിക്ക് അറിയാടാ. നിനക്കൊക്കെ പറ്റുമെങ്കിൽ മേടിക്കട കാണാ ഞാൻ. സാർ, എന്താ ഇതൊക്കെ? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് സാറിന് അറിയില്ല. അറിയാമെങ്കിൽ പിന്നെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? സാറ് ജീവന തുല്യം സ്നേഹിക്കുന്ന സാറിന്റെ മകളുടെ ഭാവി ജീവിതത്തിലെ നിർണായക ദിവസമല്ലേ നാളെ? അത് പറയാം. എന്നിട്ടാണോ 5 അക്ക ശമ്പളമുള്ളൊരു ബാങ്ക് മാനേജർ, സ്നേഹം കൊണ്ട് പൊതിയുന്ന ഭാര്യയും മക്കളും, ചുറ്റൊരു സുഹൃത്തുക്കൾ, എല്ലാം ഉണ്ടായിട്ടും ജയദേവൻ വെറും 0. എന്താ സാർ? പോട്ടെ. നിങ്ങൾക്കറിയോ, ജീവിതത്തിൽ അല്ലെങ്കിൽ എന്റെ ജീവിതം കണ്ട് അസൂയപ്പെട്ടവരുണ്ട് ഒരുപാട്. പക്ഷെ എനിക്കറിയില്ല എന്റെ തകർച്ചയുടെ തുടക്കം എവിടെയാണ്.
നിങ്ങളുടെ ഹീറോ ആയിരുന്ന ജയദേവനെന്ന് വെറും സീറോ. എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് നേടി? അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് പൊതിയുന്ന കുടുംബത്തിന് എന്ത് നേടിക്കൊടുത്തു? ഒന്നുമില്ല, ഒന്നും. പുലർച്ചെ ഉദിക്കുന്ന സൂര്യൻ സന്ധ്യാസമയത്ത് അസ്തമിക്കണം. അതൊരു പ്രകൃതി നിയമം. ജയദേവൻ അസ്തമിക്കാൻ സമയമായുള്ളൂ. ഈ ഭൂമിയിൽ ഇനി ജയദേവൻ ജീവിച്ചിരിക്കാൻ അർഹനല്ല. ജീവിതമാകുന്ന പരീക്ഷയിൽ അമ്പെ പരാജയപ്പെട്ടു. നിങ്ങൾ പോയിക്കോ, പോയിക്കോ, സർ, പോയിക്കോ. കരയില്ല സാറേ. ഓ, വാ, 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 നമുക്കിനി വീട്ടിലേക്ക് വാ, കാറേ കയറ്. വഴിയിൽ ഉപേക്ഷിക്കാനല്ല സാറിനെ കൂടെ കൂട്ടിയത്. വാ വാ ഉപേക്ഷിക്കാനായിരുന്നെങ്കിൽ എന്നേ ആവായിരുന്നു സർ. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? ചേട്ടന്റെ ഫോൺ ഓഫാണ്. ആദ്യം ഒന്ന് ചാർജിലിട്. എത്ര പേര് വിളിച്ചെന്നറിയോ ഈ ഫോണിലേക്ക്? എന്താ പറ്റിയ ചേട്ടാ? എന്താ പറ്റിയേ? എന്താ ഉദയ? എന്താ ചേച്ചാ? അച്ഛനെന്ത് പറ്റി? അച്ഛനൊന്നുമില്ല, ഒന്നുമില്ല. എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാമോ? തീർച്ചയായും സർ. ചേച്ചി പറഞ്ഞു ജയൻചേട്ടൻ രാവിലെ പോയതാണെന്ന്. ഞങ്ങൾ സാറിന് ഒരുപാട് തവണ ഫോണിൽ വിളിച്ചു. പക്ഷേ സാറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ലവർ കൊടുക്കാനും മറ്റു ചിലവുകൾക്കും സാറിന്റെ കയ്യിൽ പണമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തോ അപകടം സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടൻ തന്നെ നമ്മുടെ ദിനേശനെ വിളിച്ചു. സാറേ. ഹലോ ദിനേശ, എവിടെയുണ്ട്? ഞാനിപ്പോ വീട്ടിലുണ്ട് സാറേ. ഇനി ഞാൻ പറയുന്ന കാര്യം വ്യക്തമായിട്ട് കേൾക്കണം. ആദ്യം കുരുവിള സാറിന്റെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ബൈക്കിന് പോകരുത്. കുരുവിള സാറിന്റെ വീട്ടിൽ നിന്ന് ജയദേവൻ സാറിന്റെ കാർ എടുക്കണം. എന്നിട്ട് അവിടെ നിന്നൊരു പൊതി തരും. അത് സുരക്ഷിതമായി നമ്മുടെ കാറിനകത്ത് വരും. എന്നിട്ട് ഐസക് സാറിന്റെയും എന്റെയും വീട്ടിൽ ചെല്ലുമ്പോൾ ഓരോ പൊതി തരും. അതും വാങ്ങി വണ്ടിയിൽ വെക്കാം. അത് കഴിഞ്ഞ് നേരെ ജയദേവൻ സാറിന്റെ വീട്ടിൽ ചെന്ന് രജനി ചേച്ചിയെയും മകളെയും കൂട്ടി ടൗണിലുള്ള ലക്ഷ്മി ജ്വല്ലറി ചെല്ലും. എന്നിട്ട് നീ എന്നെ വിളിക്കണം, ഒട്ടും സമയം കളയരുത്. ഓക്കെ, പെട്ടെന്നില്ല. ഓക്കെ സാറേ. ശരി ശരി. ഓക്കെ, ശരി ശരി. സാറ് ചീട്ട് കളിച്ച് ഞങ്ങളുടെ കൈവശം വന്ന മുഴുവൻ പണവും ഞങ്ങൾ 3 പേരും 1 രൂപ പോലും നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചു വെച്ചു. അതുപോലെ തന്നെ പണവും കാറും മറ്റൊരവസരത്തിൽ തിരികെ നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇതെല്ലാം തിരികെ നൽകാൻ ഇതിലും നല്ലൊരു അവസരമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സാറുമായി പരിചയപ്പെട്ട അന്നു മുതൽ ഞങ്ങൾക്ക് മനസ്സിലായി സാർ നല്ലൊരു മനസ്സിനുടമയും കളങ്കമില്ലാത്തവനുമാണെന്ന്. സാർ, ഞങ്ങൾ ജ്വല്ലറി എത്തി. ദിനേശ, ഇനി ഞാൻ പറയുന്ന കാര്യം വ്യക്തമായിട്ട് കേൾക്കണം. 2 കവറിൽ സ്വർണവും 1 കവറിൽ പണവുമാണ്. പഴയ സ്വർണം ജ്വല്ലറി കൊടുത്തിട്ട് ചേച്ചിയോടും മകളോടും ഇഷ്ടമുള്ള സ്വർണം തെരഞ്ഞെടുത്തോളം പറയണം. പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുമ്പോൾ എത്ര പണം അധികം വന്നാലും 3ാമത്തെ കവറിൽ പണം വരും. അത് കൊടുത്ത് രജനിയെയും മകളെയും വളരെ സേഫായി നീ വീട്ടിലെത്തിക്കും. മറ്റെങ്ങും പോകരുത്. ഞങ്ങൾ ഉടൻ തന്നെ എത്തിക്കും. ഓ ശരി സാർ. ഓക്കെ ഓക്കെ സാർ. സാറേ,
സാറ് പറഞ്ഞില്ലേ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാർ അർഹനില്ലെന്ന്. പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഏറ്റവും അർഹൻ സാറാണ്. സാറ് കള്ളു കുടിച്ചു, ചീട്ട് കളിച്ചു, ജീവിതം ആസ്വദിച്ചപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നന്മ മാത്രം കാത്തു സൂക്ഷിക്കുന്ന ഒരു നിഷ്കളങ്കമായ ഒരു മനസ്സുണ്ടായിരുന്നു സാർ. ആ മനസ്സാണ് സാർ ഈ സ്വർണങ്ങളും പണവും സാറിൻ്റെ സന്തത സഹചാരിയായ ഈ കാറും തിരിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ പ്രേരിപ്പിച്ചു. ഇനി അങ്ങോട്ട് പുതിയൊരു തുടക്കമാവട്ടെ സാർ. ഞങ്ങൾക്ക് ഉറപ്പ് തരണം സാർ. സാറേ, ഈ സന്തോഷത്തിന് നമുക്കിന്ന് ഇരുന്നാലോ? ഓ അതിനെന്താ,